എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അഴകും ആരോഗ്യവും വർദ്ധിക്കാൻ സെക്സ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന ഇത്തരം വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ചുവടെയുള്ള ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്തു വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രതിമൂർച്ചയുടെ സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ചില പ്രത്യേക ഹോർമോണുകൾ ചർമ്മകലകളെ ആരോഗ്യമുള്ളതാക്കി അതുവഴി ചർമ്മത്തെ അഴുകും മിനുസവുമുള്ളതാക്കുന്നു. ആഴ്ചയിൽ 2 തവണയെങ്കിലും രതിമൂർച്ച അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ആയുസ് വർദ്ധിക്കുമെന്നും ചില പഠനങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. സെക്സിനിടെ ശരീരത്തിലെ എല്ലാ നാഡീഞരമ്പുകളും ത്വരിതഗതിയിൽ പ്രവർത്തിക്കുകയും ശരീരത്തിൽ നല്ല രക്തചംക്രമണം സാധ്യമാവുകയും ചെയ്യുന്നുണ്ട്. എല്ലാ അവയവങ്ങളിലേക്കും കലകളിലേക്കും ഇതുമൂലം ശുദ്ധരക്തമെത്തുന്നു. ഇങ്ങനെ ശരീരത്തിന് ഉന്മേഷം വീണ്ടെടുക്കാൻ കഴിയുന്നു. അതുപോലെ നല്ല സെക്സ് ചെയ്യുന്നവർക്ക് നല്ല ഉറക്കവും ലഭിക്കുന്നുണ്ട്. നല്ല ഉറക്കം എന്നത് തന്നെ നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ്. ശാരീരികവും മാനസികവുമായ പലതരം പ്രശ്നങ്ങൾക്ക് ഉറക്കം നല്ലൊരു പരിഹാരമാണ്. മാത്രവുമല്ല, അരമണിക്കൂർ ദൈർഘ്യമുള്ള സെക്സിനിടെ ശരീരത്തിൽ നിന്നും 80 കലോറിയാണ് കത്തിപ്പോകുന്നത്. ആരോഗ്യകരമായ ലൈംഗിക ജീവിതം നയിക്കുന്നതിനോടൊപ്പം ഇടയ്ക്ക് ശരീരത്തിലെ കൊഴുപ്പിന്റെ അംശവും രക്തസമ്മർദ്ദവും പഞ്ചസാരയുടെ അളവും പരിശോധിച്ച് എല്ലാം ക്രമമാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. എങ്കിൽ പിന്നെ നല്ല ആരോഗ്യത്തിന് മറ്റെവിടെയും പോകേണ്ടതില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ.